വെൽക്കം ബാക്ക് ടു ഹാബിറ്റ്സ് ഓഫ് മീ. ഒരു ക്രിസ്പി എഗ് പഫ്സ് തയ്യാറാക്കാം, അതും സമൂസ ഷീറ്റിൽ. അപ്പോൾ തുടങ്ങാലേ. ആവശ്യത്തിനുള്ള എഗ്ഗ് വേവിക്കാൻ വെക്കണം. ഇനി ആ ടൈമിൽ തന്നെ മറ്റൊരു സ്റ്റൗവിൽ ഒരു ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു 2-3 ഉള്ളി ചെറുതായി അരിഞ്ഞതെടുത്ത് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ജിഞ്ചർ ഗാർലിക് ആൻഡ് ചില്ലി പേസ്റ്റ് അതിലോട്ട് ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിന് കുറച്ച് മല്ലിയിലയും ആഡ് ചെയ്ത് മിക്സ് ആക്കി എടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ഇവ മൂന്നും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ബോയിൽ ചെയ്ത് വെച്ച എഗ്ഗ് 2ആയി മുറിച്ച് അതിലോട്ട് ലേശം കുരുമുളക് പൊടി മേലെ വിതറി കൊടുക്കുക. ഇനി 2 സമൂസ ഷീറ്റ് ഇതേ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ക്രോസായി വെച്ച് കൊടുത്ത് ആ ഫില്ലിങ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഒരു എഗ്ഗിൻ്റെ 1/2 പോർഷനും അതിൻ്റെ മേലോട്ട് വെച്ച് കൊടുത്ത് 4 ഭാഗങ്ങളും ഒട്ടിക്കാൻ വിധം കുറച്ച് മാവ് പുരട്ടുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ബോക്സ് രൂപത്തിലാക്കി എടുക്കുക. ഉള്ളിലോട്ട് എണ്ണ കടക്കാത്ത വിധം ഓപ്പണായി കിടക്കുന്ന എല്ലാ ഭാഗങ്ങളും മാവ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഓരോ ബോക്സും തയ്യാറാക്കിയെടുക്കുക. നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര എണ്ണം. ഇനി ഇത് പൊരിച്ചെടുക്കാൻ നോക്കാമല്ലേ. സ്റ്റൗവിലോട്ട് ഒരു ചട്ടി വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ മാത്രം ഓരോ ബോക്സ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനൊരു 2 ബോക്സ് വെച്ചാണ് പൊരിച്ചെടുക്കുന്നത്. സമൂസ ഷീറ്റ് വളരെ കനം കുറഞ്ഞതായതുകൊണ്ട് പെട്ടെന്നത് റെഡിയായി കിട്ടുന്നതാണ്. ഇപ്പോൾ ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് മൊത്തത്തിൽ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നോമ്പ് തുറക്കാനൊക്കെ നമുക്ക് വെറൈറ്റിയായി സിമ്പിളായി ഒരു എഗ് പഫ്സ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.